നമസ്കാരം, ഞാൻ രാകേഷ് എം ടി. നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് ഈ പറഞ്ഞ കാര്യം ചെയ്താൽ കംപ്ലൈൻറ്റ് വരുമോ എന്താണെന്നല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മുടെ സ്ഥിരം ഒരു സബ്സ്ക്രൈബറാണ്, അതായത് എല്ലാ വീഡിയോസിനും സ്ഥിരം കമൻറ്റ് കാണുന്നതാണ് റോമിയോ റോയ്. മിക്കവാറും ഫസ്റ്റ് കമൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം മിക്ക വീഡിയോസിലും ഞാൻ കാണുന്നതാണ്. ഏതായാലും റോമിയോയുടെ സംശയം ഇങ്ങനെയാണ്: രാകേഷ് ഏട്ടാ, ഒരു സംശയം. ഇപ്പോൾ വണ്ടി സ്പീഡിൽ റിവേഴ്സ് എടുക്കും, ആ മൂമെൻറ്റ് നിൽക്കുന്നതിന് മുമ്പ്, അതായത് ടയർ സ്റ്റോപ്പ് ആകുന്നതിന് മുമ്പ് സഡനായിട്ട് ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഗിയർ ബോക്സിന് കംപ്ലൈൻറ്റ് ആകുമോ? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഈ പറഞ്ഞൊരു സംശയം വരാം. കാരണം നമ്മൾ റിവേഴ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുക, റിവേഴ്സിൽ അത്യാവശ്യം നല്ല സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്ത് പോകാൻ സാധിക്കുമോ? ഇനി കുറച്ച് പേർക്കെങ്കിലും സംശയം കാണുമായിരിക്കും, റിവേഴ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ എൻഗേജ് ആകുമെന്ന്. 100% നമ്മുടെ ഫസ്റ്റ് ഗിയർ എൻഗേജ് ആകുന്നതായിരിക്കും. കാരണം വേറൊന്നും കൊണ്ടല്ല, അതിന് സിങ്ക്രണൈസർ വരുന്നതാണ്, നമുക്ക് ഗിയർ സ്മൂത്തായിട്ട് എൻഗേജ് ചെയ്യിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതേ സ്ഥാനത്ത് റിവേഴ്സ് ഗിയർ മാത്രമുള്ള ഓട്ടത്തിൽ ഒരു കാരണവശാലും എൻഗേജ്ഡ് ആകാത്ത, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണെങ്കിലും ഫോർത്ത് ഗിയറിലാണെങ്കിലും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വളരെ സ്പീഡ് കുറവാണെന്ന് നമുക്കറിയാം. ആ മൊമെൻറ്റ്, അല്ലെങ്കിൽ ആ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന ആ മൊമെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. അതേ സ്ഥാനത്ത് റിവേഴ്സിലാണ് വാഹനം പോകുന്നതെങ്കിൽ നമുക്ക് ന്യൂട്രലിലോട്ട് ഇട്ട് നേരെ ഫസ്റ്റ് ഗിയറിലോട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് വാഹനം എൻഗേജ് ആകുന്നതായിരിക്കും. പിന്നെ എന്താണ് അവിടെ ഒരു കംപ്ലയിൻറ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് വരുമോ ചോദിച്ചാൽ ഇല്ല, ഗിയർ ബോക്സിന് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരത്തില്ല. പിന്നെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിനാണ് അവിടെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ്. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് റിവേഴ്സ് ഇടുന്ന സമയത്ത് ഗിയർ ബോക്സ് ഒന്നും തിരിഞ്ഞും മറിഞ്ഞും ഒന്നും കറങ്ങുന്നില്ല. ആസിറ്റീസ് എങ്ങനെയാണോ അത് കറങ്ങുന്നത് അതുപോലെ തന്നെയാണ് കറങ്ങുന്നത്. ഒരു അഡീഷണൽ ഗിയറും കൂടെ വന്ന് കയറുന്നത് മാത്രമുള്ളൂ. ആ ഒരു ഗിയറാണ് റിവേഴ്സിലോട്ട് കറക്കം കൊണ്ടുവരുന്നത്. ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൽ നിന്ന് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്തു, ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ടയറിലോട്ട് കൊടുക്കുന്ന ആ ഒരു മൊമെൻറ്റം ഉണ്ടല്ലോ, ഇത് തിരിഞ്ഞ് കറങ്ങുന്നതിന് പകരം നേരെ കറങ്ങണം. ആ നേരെ കറങ്ങാൻ വേണ്ടിയിട്ട് ആ കൊടുക്കുന്ന ലോഡ്, അല്ലെങ്കിൽ ആ വരുന്ന ഒരു ലോഡ് നമ്മുടെ ക്ലച്ചിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പെട്ടെന്ന് ഈ വാഹനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരിഞ്ഞ് കറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ലോഡ് കയറി പിടിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അതായത് ടയറിനെ നേരെ കറക്കണം, ഓർത്തോണം, നേരെ കറക്കണം. ഈ ഒരു ലോഡും കൂടെ കയറി വരും. അതായത് നമ്മളിപ്പം എൻജിൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഫ്ലൈ വീൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ക്ലച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ക്ലച്ച് വന്ന് പിടിക്കുന്ന രീതി, ആ രീതിക്ക് വരുന്നൊരു കുഴപ്പം 100% നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് കുറയ്ക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുമാത്രം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. അല്ലാതെ വേറെ ഗിയർ ബോക്സ് റിലേറ്റഡ് ആയിട്ട് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടാകുന്നതായിരിക്കില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ പറയുന്ന രീതിക്ക് ചെയ്യാം. പക്ഷേ ചെയ്യാൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. എപ്പോഴും നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫസ്റ്റ് ഗിയർ എൻഗേജ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ സ്പീഡ് 0 ആയിരിക്കണം. അത് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇൻ കേസ് നിങ്ങൾ ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു വാഹനം ഒരു ഇറക്കത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സെക്കൻഡ് ഗിയർ എൻഗേജ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു 0-ൽ നിന്ന് നിങ്ങളുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ നിങ്ങൾ വാഹനം എടുക്കുന്നതാണ് ഏറ്റവും നല്ല. സെക്കൻഡ് ഗിയറിൽ പോകത്തില്ലെന്ന് ചോദിച്ചാൽ 100% സെക്കൻഡ് ഗിയറിൽ നമുക്ക് വാഹനം എടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിൽ എടുക്കരുത്. ഫസ്റ്റ് ഗിയറിൽ തന്നെ എടുക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ലൈഫോ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ മുമ്പോട്ട് നന്നായിട്ട് പോകുന്നതായിരിക്കും.